ഹലോ, ടുഡേസ് ടോപ്പിക് കുറച്ച് കട്ടിയുള്ളതാണ്. നാർസിസിസം എന്ന് പറയും. ആ കഥ കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ദേവതയെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് ഈ വേർഡിന് ആധാരമായിട്ടുള്ളത് കേട്ടോ. ഈ ദേവത എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അസാമാന്യ സൗന്ദര്യമാണ്. അതുകൊണ്ട് വേറെ ഒരു ആളുടെയും ലവ് അദ്ദേഹം സ്വീകരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സുന്ദരനാണ്, അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. പുള്ളിക്കാരൻ അതായത് ഒബ്സസീവ്നെസ് ടു ലവ് ഹിംസെൽഫ്. അദ്ദേഹം എങ്ങനെയാ അങ്ങനെ ആയെന്ന് വെച്ചാൽ, ഒരു ദിവസം അദ്ദേഹം ഒരു തടാകത്തിൻ്റെ അരികത്തുകൂടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതിൽ കാണുകയും അനുരക്തനാവുകയും ചെയ്തു. അതായത് തന്നിൽ തന്നെ അനുരക്തനായി എന്നാണ് പറയുന്നത്. അതൊരു ശാപത്തിന്റെ ഫലമായിട്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത്. പിന്നീട് ആ പേര് നാർസിസിസം എന്ന് പറയുന്ന ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് ആൾക്കാർ അത് ഘടിപ്പിച്ചിട്ട് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റുകളൊക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ബാഡ് കണ്ടീഷൻ. വളരെയധികം നാർസിസിസം ഉള്ള ഒരു സമൂഹമാണ് ഇപ്പം ഇന്ന് നമ്മൾ ജീവിച്ചു വരുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ അത്രയും പ്രകടമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പല സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കുന്നത് അതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന നാർസിസിസം നമ്മുടെ ഈ സാധാരണ റിലേഷൻസിലുള്ള നാർസിസത്തെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും, എല്ലാവരിലും ഇല്ലേ ഒരു നാർസിസിസ്റ്റ് എന്ന്? ഉണ്ട്. നമ്മൾ ഈ എടുക്കുന്ന സെൽഫീസ് ഒക്കെ ഇല്ലേ, ഇന്നത്തെ കാലത്ത് ഈ സെൽഫി എടുക്കുന്ന പരിപാടി, അത് നാർസിസിസം തന്നെയാണ്. നമ്മളുടെ ഭംഗിയുള്ള മുഖം കണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് മാറ്റി, അല്ലെങ്കിൽ അതിനൊന്ന് എന്താ പറയുക, അതിനൊന്ന് വെളുപ്പിച്ച് അതിൻ്റെ ആ ആംഗിളൊന്ന് മാറ്റി ഈ ആംഗിളൊന്ന് മാറ്റി മാക്സിമം എത്ര ഭംഗിയായിട്ട് നമ്മളെ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുവോ, അത് ആ ഒരു എന്താ പറയുക മെൻറ്റാലിറ്റീനെയും നമ്മൾക്ക് നാർസിസിസം എന്ന് വിളിക്കാം. അതിനാണ് ഈ ഫിൽറ്റേഴ്സൊക്കെ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അല്ലേ. ബിക്കോസ് മേക്കിംഗ് യൂസ് ഓഫ് ദിസ് നാർസിസിസ്റ്റ് മെൻറ്റാലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്, people are selling their products. So that is how these filters are all അങ്ങനെയുള്ള ആപ്പും അങ്ങനെയുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ഈ ആപ്പിൾ ഐഫോൺസിലും പിന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും ഒക്കെ വരാൻ തുടങ്ങിയില്ലേ, സ്മാർട്ട് ഫോൺസിലൊക്കെ. അപ്പം നമ്മളതിൽ പിക്ചർ എടുക്കുമ്പോൾ മൈ ഗോഡ് ആം ഐ സോ ബ്യൂട്ടിഫുൾ എന്ന് വിചാരിക്കും. കാരണം എൻ്റെ മുഖത്തുള്ള ഇംപെർഫെക്ഷൻസ് ഒന്നും ഇല്ലാതെയാണ് ഈ ഐഫോണും ആൻഡ്രോയിഡ് ഫോണും ഒക്കെ എന്നെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ. But that's okay. Sometimes it is healthy. നമ്മളെ തന്നെ ഭംഗിയായിട്ട് കാണുക, സന്തോഷിക്കുക, ബി ഹാപ്പി എന്നുള്ള ഒരു മൊമെന്റിൽ നമുക്കതൊക്കെ സാധൂകരിക്കാവുന്നതാണ് അങ്ങനെയുള്ള നാർസിസിസം. ഈ നാർസിസിസം എപ്പോഴാണ് നമുക്ക് പ്രോബ്ലം ആകുന്നതെന്ന് വെച്ചാൽ, നമ്മളെ മാത്രം സ്നേഹിക്കുകയും നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക സൗകര്യം മാത്രം നോക്കുകയും ജീവിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു സെൽഫിഷ് ആദ്മിയാണല്ലോ നമ്മളാകുന്നത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ മറ്റുള്ളവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണല്ലേ മദർ ഇൻ ലോസും ഡോട്ടർ ഇൻ ലോസും ആയിട്ടുള്ളത്. ഐദർ ഓഫ് ദ പാർട്ടി ക്യാൻ ബി നാർസിസിസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡോട്ടർ ഇൻ ലോ മാത്രമല്ല നാർസിസിസ്റ്റ് ആയിട്ടുള്ളത്, മദർ ഇൻ ലോ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും ഉണ്ടാകും ആ ട്രെയ്റ്റ്സ്. പക്ഷേ ഡോട്ടേഴ്സ് ഇൻ ലോയിലുള്ള ട്രെയ്റ്റ്സ് വളരെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം പുറത്ത് വരുന്നത്, പെട്ടെന്ന് വരത്തില്ല. 25-28 വയസ്സുള്ളവരെ നാർസിസിസ്റ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. ഒരിച്ചിരി കൂടെ മൂക്കണം, അപ്പോഴാണ് ആ നാർസിസത്തിന്റെ എന്താ പറയണത് പാരമൗണ്ട് ഇഫക്റ്റ് വരത്തുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ക്യാരക്ടേഴ്സിൽ നാർസിസിസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ വളരെ നന്നായി പെരുമാറും എല്ലാവരുടെയും മുമ്പിൽ. അവർ വളരെ മനോഹരമായിട്ട് സംസാരിക്കും. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു മൂന്നാമതൊരാൾക്ക്. അവരുടെ കൂടെ നിരന്തരം സഹവസിക്കുകയും നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് അവരിലുള്ള നാർസിസിസം മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സൊസൈറ്റൽ ഗ്യാതറിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മാത്രം ഇൻട്രാക്ഷൻസ് ആവശ്യമുള്ള ഒരു തലത്തിലാണെങ്കിൽ ആ നാർസിസിസം ബിഹേവിയർ അവർ മറച്ചു വയ്ക്കാൻ പറ്റും അവർക്ക്. കാരണം അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കാം ആൻഡ് ക്വയറ്റ് എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയും മനോഹരമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ആളുകളായിരിക്കും കേട്ടോ. അതാണ് ഒരു ട്രെയ്റ്റ്. പിന്നീട് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിന്റെ മേന്മകൾ നമുക്ക് മനസ്സിലായി വരുന്നത്. മേന്മ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാസ്റ്റിക്കലി തന്നെയാണ്. ഇവര്
വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കും. ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ നീക്കും എന്നറിയാവോ? തങ്ങൾക്ക് അനുകൂലമായിട്ട് നീക്കും. അങ്ങനെ നീക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ഷൂഡായിട്ടുള്ള ആളുകൾക്ക് പിടികിട്ടും, യെസ് ഇത് ഇവരുടെ ഒരു കളിയാണ് എന്ന് പിടികിട്ടും. അവർ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിരിക്കും. അതാണ് അവരുടെ ഇനിയൊരു ട്രീറ്റ്. പിന്നെ ആ മാനിപ്പുലേഷൻ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇമോഷൻസും സ്നേഹവും പ്രേമവും ഒക്കെ ചാലിച്ചിട്ടായിരിക്കും അവർ ഈ പറഞ്ഞ കാര്യം നടത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ അവർ എന്ത് ചെയ്യുന്ന അറിയാമോ? അവർ മിക്കവാറും തന്നെ പുറകിൽ പോയി നിന്ന് കരുക്കൾ നീക്കുന്ന ശകുനി സ്വഭാവമുള്ളവരായിരിക്കും. ശകുനി ഒരു നല്ല അമ്മാവനായിരുന്നല്ലോ അല്ലേ? മഹാഭാരതത്തിലെ ക്യാരക്ടർ പകിടെറിയുന്ന അദ്ദേഹം ഒരു നല്ല അമ്മാവനായിരുന്നു. ആ നെവ്യൂസിനെയൊക്കെ തൻ്റെ ചക്രത്തിനുള്ളിൽ, അമ്മാവൻ്റെ ചക്രത്തിനുള്ളിൽ അദ്ദേഹം കെട്ടിയിട്ടു എന്നുള്ളതാണ് കഥ അല്ലേ? അതിൻ്റെ പിന്നിലും ഒരു പകയൊക്കെ ഉണ്ടെന്നാണ് പറയണേ. ഈ അളിയനോടൊരു പകയുണ്ടായിട്ടുണ്ട് ശകുനിക്ക് പണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് നിന്നതെന്നൊക്കെ ഒരു ചെറിയ പാരലൽ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം മകൻ വിവാഹം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയോട് ഈ നാർസിസമുള്ള അമ്മായിയമ്മയ്ക്ക് ഒരു ചെറിയ ഒരു അസൂയ, കുശുമ്പ് എവിടെയെങ്കിലും ഒന്ന് പൊട്ടിമുളച്ചാൽ തീർന്നു ആ പെൺകുട്ടിയുടെ കഥ. അവർ എങ്ങനെയാണ് ആ സംഭവം വളച്ചൊടിച്ചു കൊണ്ടുവന്ന് ഈ മകനെയും മരുമകളെയും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നതെന്ന് പറയാനേ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? പല കുടുംബങ്ങളിലും ഈ നാർസിസിസ്റ്റ് ബിഹേവിയർ ആയിട്ടുള്ള അമ്മായിയമ്മയാണ് കാരണമെന്ന് സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ അവര് ഓരോരോ കാര്യങ്ങളും നിരത്തി മകനോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഉണ്ട്, എൻ്റെ അമ്മ വളരെ നല്ല ആളാണ് സർ, മാഡം, ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. മനസ്സിലായ? ഈ മകൻ അത്ര സ്നേഹമായിരിക്കും ഈ മകനോട്. കാരണം അത്രയും 10-28 വർഷമായിട്ട് ഈ അമ്മ ഈ മകനെ അതുപോലെ പരിപാലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണേ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വയേർഡാകും, മകൻ വയേർഡാകും. പിന്നെ ഒരു ദിവസം ബാഹ്യ സൗന്ദര്യം കൊണ്ട് വശീകരണത്തിൽപ്പെട്ട് ഒരു പെൺകുട്ടിയെ ലവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ആ ഒരു എന്താ പറയുക, അട്രാക്ഷൻ മാറി കഴിയുമ്പോൾ ഈ മകൻ പിന്നെയും അമ്മ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ എന്ന് ചോദിക്കും. അപ്പം മദർ ഇൻ ലോസ് ഒന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും അല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നാർസിസിസ്റ്റേ അല്ല എന്ന് വാദിക്കും ഒരു അമ്മ. മേ ബി ഷീ ഈസ് നോട്ട്, വരുന്ന മരുമകളാണ് നാർസിസിസ്റ്റ് എന്ന് അവർ ഉദാഹരണ സഹിതം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിവാഹം സേവ് ചെയ്യണമെങ്കിൽ, ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഗോ ഫോർ എ കൗൺസിലിംഗ്. നിങ്ങളുടെ അമ്മയുടെ സ്വഭാവവും ഭാര്യയുടെ സ്വഭാവവും രണ്ടും എന്തൊക്കെയാണെന്ന് ഓരോരോ സംഭവങ്ങൾ വഴി നിങ്ങൾ നിങ്ങളുടെ സൈക്യാട്രിസ്റ്റിനോടോ സൈക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ കൗൺസിലറോടോ പറയണം. കാരണം ഒരു കല്യാണം എന്നുള്ളത് അത് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് പോകാനുള്ളതല്ല സുഹൃത്തുക്കളെ. ഇനി അടുത്ത ഇതിലേക്ക് പോകുമ്പോഴും അടുത്ത ഇതിലേക്ക് പോവുകയാണ് നമ്മളെന്ന് വിചാരിച്ചു, ഈ ഹസ്ബൻഡ് നാർസിസിസ്റ്റ് അല്ല, ഇവിടെ അമ്മായിയമ്മയാണ് നാർസിസിസ്റ്റ് എന്ന് പറയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ അവരെ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള അമ്മായിയമ്മയുടെ കൂടെ കഴിയാതിരുന്നാൽ പോരെ? അപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫ് എത്ര സ്നേഹം ആയിട്ട് ജീവിക്കുമെന്നറിയോ? എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിങ്ങിനല്ല ഡിവോഴ്സിന് വന്ന ഒരു പാർട്ടിയെ എനിക്കറിയുന്ന ഒരു ആളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വിട്ടു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എന്നോട് ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ, കാണുന്ന ആളുകളെ എല്ലാവരെയും കുറ്റം പറയും. അവർക്കതൊരു ശീലമാണ്. പക്ഷെ കുറ്റം പറയുന്ന വളരെ പതുങ്ങിയ സൗണ്ടിലും വളരെ സൗമ്യമായിട്ടുമൊക്കെയാണ്. കുറ്റമാണ് പറയുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല, ഷൗട്ട് ചെയ്യേയില്ല. അങ്ങനത്തെ രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഈ മക്കളെല്ലാം അത് കേട്ട് ശീലമായി അവരത് കേൾക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ബാക്ക് ഓഫ് ദ മൈൻഡ് അവർക്കത് തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവർ ഈ അമ്മയെ എതിർത്ത് പറയില്ല, ആ മക്കളായാലും പെൺകുട്ടികളായാലും. അപ്പോൾ ഈ സൈക്യാട്രിസ്റ്റിന് മനസ്സിലായി ഇവരെല്ലാം ഈ മക്കൾ 3 പേരും അവരിൽ ആ അമ്മയിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അമ്മയുടെ ആ ഒരു എന്താ പറയണേ, ഒരു മൈൻഡ് സെറ്റിൽ. കാരണം അമ്മ വളരെ സൗമ്യമായ ഒരു സ്ത്രീയാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ പ്രഗത്ഭമായിട്ട് നോക്കും, ഒറ്റയ്ക്ക് വീട് ഹാൻഡിൽ ചെയ്യുമൊക്കെ ചെയ്യുമ്പോൾ മക്കൾക്ക് എന്താ നല്ല ഫുഡ് കിട്ടുന്നു, നല്ല പരിചരണം കിട്ടുന്നു അമ്മയിൽ നിന്ന്. സ്നേഹമാണോ ഇത് നാർസിസമാണോ എന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. വളരെ പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു അമ്മയെ അവരുടെ വീട്ടിൽ വലിയ ഷൗട്ടിങ്ങും കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ കയറി വരുമ്പോൾ ആ പെൺകുട്ടിയെ അവർ അംഗീകരിക്കില്ല.
അത് അംഗീകരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഇന്നലെ ഒരു റീലിൽ പറഞ്ഞത്. ബെഡ്റൂമിൽ സൗകര്യം കൊടുക്കില്ല, തള്ളി തുറന്ന് ചെല്ലും. എന്തെങ്കിലും റീസൺ വരും. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ആഭരണങ്ങളോ അവരുടെ ഡ്രസ്സുകളോ ഒക്കെ ആ റൂമിൽ സൂക്ഷിക്കും. ആ റൂമാണ് ഞങ്ങൾ ഇത്ര നാളും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലാണ് കുറച്ചുകൂടി സേഫ് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ വെക്കും, അവിടെ നിന്ന് മാറ്റില്ല. അപ്പം എന്താ, ഈ ഹസ്ബൻഡിൻ്റെയും പെൺകുട്ടിയുടെയും മകൻ്റെയും മരുമകളുടെയും സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഒരു പോയിന്റ്, ഒരു വേ അവർ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അല്ലെങ്കിൽ രാവിലെ തന്നെ ആരാധനാലയങ്ങളിൽ പോകണം, ഇന്ന സമയത്തുള്ള കുർബാന തന്നെ കൂടണം, നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നതാണ്, വളരെ പൈശാചിക ശക്തികളൊക്കെ ഉണ്ടാകും ഇവിടെ, അതുകൊണ്ട് നമുക്ക് കണ്ണ് കിട്ടാതിരിക്കാനെന്നും പറഞ്ഞ് മകനെ തലേ ദിവസം തന്നെ വയർ ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പോൾ ആ മോൻ പാവം രാവിലെ ചിലപ്പോൾ ഇച്ചിരി ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോഴേക്കും വന്ന് കഥകി തട്ടും. അമ്മായിയമ്മയോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ദൂതന്മാരായിട്ടുള്ള പെങ്ങന്മാരോ ആരെങ്കിലും വന്ന് വാ എഴുന്നേക്ക് പള്ളിയിൽ പോവാ, അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് തുടങ്ങും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് താഴെ കുറിക്കണേ. എന്നിട്ട് ആ രാവിലെ കൊച്ചു വെളുപ്പാൻകാലത്ത് ഈ മധുവിധു ആഘോഷിക്കുന്ന ദമ്പതിമാരെ ഉറക്കത്തിൽ നിന്നെല്ലാം വിളിച്ചെഴുന്നേപ്പിച്ച് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്കെല്ലാം ഭംഗം വരുത്തി അവരെ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഭക്തിമാർഗ പ്രയാണത്തിലായിരിക്കും ആദ്യത്തെ 2-3 ആഴ്ച. ഈ പെങ്കൊച്ച് പാവം കടിച്ചു പിടിച്ച് കഴിയും കേട്ടോ. കാരണം സാരമില്ല, 2-3 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ പുതുമോടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർ നിർത്തുന്നതായിരിക്കും. നിങ്ങൾ ആ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ആദ്യത്തെ ഈ അമ്പലത്തിൽ പോകണം എന്നുള്ള ആ കൺസിഡറേഷൻ പിന്നെ വേറെ മാനങ്ങളിലേക്ക് തിരിയും. അമ്മയ്ക്ക് വയ്യായിക തുടങ്ങും, അല്ലെങ്കിൽ സിസ്റ്ററിന് വയ്യായിക തുടങ്ങും, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മകനെ ഇതിൽ നിന്നും, അതായത് ഈ മരുമകളുടെ ആ പ്രോക്സിമിറ്റിയിൽ നിന്നോ മരുമകളുടെ കൂടെ ഇത്ര നേരം ഇരിക്കുന്നതിൽ നിന്നോ വിലക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവരവിടെ നിന്നല്ല ജോലി ചെയ്യുന്നതെങ്കിൽ രക്ഷപ്പെട്ടു മക്കളെ. നിങ്ങളുടെ മാരേജ്, നിങ്ങൾ വേറെ വല്ല സ്ഥലത്തും പോയിട്ട് ചെറിയ വീടെടുത്ത് താമസിക്കും, നിങ്ങൾ സൗകര്യമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കും. എപ്പോഴെങ്കിലും ഈ വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെയും ദ പാറ്റേൺ വിൽ സ്റ്റാർട്ട്. ബിക്കോസ് അയ്യോ നിങ്ങൾ ലീവിന് വന്നതല്ലേ, കുഞ്ഞു മക്കളുണ്ടെന്ന് വിചാരിച്ചോ ഈ മകന്, അയ്യോ കുഞ്ഞുങ്ങൾ ഈ അമ്പലത്തിൽ കൊണ്ടുപോണ്ടേ ആ അമ്പലത്തിൽ കൊണ്ടുപോണ്ടേ, ചാടിക്കേറി അവരുടെ കൂടെ എല്ലായിടത്തും പോയി അങ്ങനെ അവരുടെ അടുത്ത വെക്കേഷനും റൂയിൻ ചെയ്യും. ഇതൊരു പാറ്റേൺ ആയിരിക്കും കേട്ടോ, ഒരു പാറ്റേൺ. പിന്നെ ഇതേപോലെ തന്നെ വേറെ വലിയ കല്യാണങ്ങൾ വരുവാണെങ്കിൽ റൂമിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ മരുമകളെയും മകനെയും ആ റൂമിൽ നിന്ന് പുറത്താക്കും. അയ്യോ ഇവിടെ എല്ലാവർക്കും താമസിക്കണം, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയും. ഇതാണ് പാറ്റേൺ. അപ്പൊ ഈ ആദ്യം കയറി വന്ന മരുമകൾക്ക് എങ്ങനെ ഉണ്ടാകും സുഹൃത്തുക്കളെ? ആ കുട്ടിയും പതുക്കെ നാർസിസത്തിന്റെ വലയിലോട്ട് സ്വയം അവൾ മാറുകയാണ് ഈ അമ്മയെ കണ്ടിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി, അല്ലെങ്കിൽ എനിക്കറിയാം ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഓപ്പൺ ഫൈറ്റ് ഉണ്ടാവുകയാണ് ഈ അമ്മായിയമ്മയായിട്ട്. ഒരിക്കലും നേരെയാൻ പോകുന്നില്ല. പിന്നെ നാർസിസിസ്റ്റ് വേഴ്സസ് നാർസിസിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം ഈ പെൺകുട്ടി അറിയാതെ അഡോപ്റ്റ് ചെയ്യാണ്. കാരണം ഇവൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണില്ല ഇവരുടെ അടുത്തേ. അപ്പൊ അതേപോലുള്ള കാറ്റഗറി, അതേപോലുള്ള ഇവർ കാണിക്കുന്ന അതേ രീതിയിൽ മാറുകയാണ് ഈ കുട്ടി. അതായത് സൗമ്യമായിട്ട് സംസാരിച്ച് പതുക്കെ പഴത്തിൻ്റെ ഉള്ളിൽ, വാഴപ്പഴത്തിൽ ഇങ്ങനെ സൂചി കയറ്റണ പോലെ ഭർത്താവിൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ? ഈ അമ്മ പറയുന്ന അതേ രീതിയിൽ. കാരണം അവൾ അതാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ചെയ്തേ കാര്യമുള്ളൂ എന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങും. അവൾ മനസ്സിലാക്കിയെടുക്കും റോങ് ആയിട്ട്. അപ്പോൾ അടുത്ത നാർസിസിസ്റ്റിന് ഈ നാർസിസിസ്റ്റ് വിത കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇവരെ കണ്ട് അവർ പഠിച്ച് അവർക്കൊരു മകനാണ് ഉണ്ടാകുന്നതെങ്കിൽ സെയിം തിങ്, ദ പാറ്റേൺ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വായിച്ചു നോക്കൂ, ഇവരുടെ ബുക്സ് എല്ലാം എടുത്ത് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് നോക്കൂ. യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഈ പാറ്റേൺ ഇങ്ങനെ റൗണ്ടായിട്ട് പോകാൻ കാര്യം, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വൺ ഓഫ് ദി പാരൻസ് ഓർ ഇൻലോസ്. അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്, യങ് ജനറേഷൻ. ഇപ്പം ഞാൻ അങ്ങനെ ആകുകയാണെങ്കിൽ, ഞാൻ വളർത്തുന്ന മകനോ മകളോ ആണെങ്കിൽ അവരും ഇതാണല്ലേ അതിൻ്റെ സൂത്രം എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് നേരെ പോകുന്നുള്ള ഒരു സമീപനമായിരിക്കണം എല്ലാവരും ജീവിതത്തിൽ എടുക്കേണ്ടത്. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള അമ്മായിയമ്മയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചേച്ചി പറയുന്നത്. ഞാൻ പറയുന്നത് അവോയ്ഡ് ചെയ്യുക.
അതായത് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന എത്ര ഡ്യൂറേഷൻ ഉണ്ടോ അത് അവോയ്ഡ് ചെയ്യുക. എങ്ങനെയായാലും നിങ്ങൾ അവരുടെ കൂടെ താമസിക്കാൻ പാടില്ല. താമസിക്കുകയാണെങ്കിൽ തന്നെയും 1-2 ദിവസം, അതിൽ കൂടുതൽ താമസിക്കരുത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. അവർക്ക് ഒരു മകനിലെ ഒരു നിങ്ങൾ മോശമാണെന്നുള്ള തീരുമാനം എടുപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാതെ കഴിയുന്നത്ര അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ മിനിമം. അമ്മേ എന്താ ഇത്, നല്ലൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ദൂരെ നിൽക്കുക. അതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല ഇവരെ മാറ്റാനായിട്ട്. ഇതൊന്നും മരുന്നുകൊണ്ട് മാറുന്ന അസുഖമൊന്നും അല്ലല്ലോ ഇതൊക്കെ പ്രവൃത്തി ദോഷം അല്ലെങ്കിൽ വളർത്തു ദോഷം എന്നൊക്കെ പറയുന്ന പോലെ വന്നു കയറുന്ന സാധനമല്ലേ, അവരത് അഡോപ്റ്റ് ചെയ്തെടുക്കുന്ന സാധനമല്ലേ. ഇവര് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യും. നിങ്ങൾ എത്ര നന്നായിട്ട് നിങ്ങളൊരു നല്ല ഗിഫ്റ്റ്, ഒരു ഡയമണ്ട് നെക്ലസ് കൊണ്ടുപോയി കൊടുത്തോന്നിരിക്കട്ടെ, അത് കഴുത്തിലിട്ടിട്ട് നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് അവർ തിരിഞ്ഞ് സംസാരിക്കും. അങ്ങനെയാണ് ഈ നാർസിസിസം ചെയ്യുന്നവര്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം അവരുടെ അടുത്ത് കൂടി പോയിട്ടുണ്ടാവില്ല. ആരാണെങ്കിലും അതെ കേട്ടോ, അമ്മമാരാകാം, അച്ഛന്മാരാകാം, ഇൻലോസ് ആകാം, മരുമക്കളും ആകാം. ഈ ട്രേറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾ നാർസിസം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഹസ്ബൻഡ്സും ആകാം. അവരെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ, ഹസ്ബൻഡ്സിനെ പിന്നെ നമുക്ക് നീക്കി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? മിതമായിട്ടുള്ള സംസാരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു രീതിയിലുമുള്ള പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെടാതെ നോക്കണം. പതുക്കെ അവരോട് സംസാരിക്കാവുള്ളൂ. കോൺഫ്രണ്ട് ചെയ്യാൻ പാടില്ല. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഹസ്ബൻഡ് നാർസിസിസ്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. അത് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. അമ്മായിയമ്മയുടെ അടുത്തുള്ളത് നിങ്ങൾ കുറച്ച് നീങ്ങി നിന്നാൽ മതി. ദുഷ്ടനെ കണ്ടാൽ വിലങ്ങി നിൽക്കാന്ന് പറയില്ലേ. അപ്പൊ ഇപ്പൊ ചോദിക്കും, ചേച്ചി എൻ്റെ ഹസ്ബൻഡിനെ പ്രസവിച്ച ആളല്ലേ, എൻ്റെ അമ്മയല്ലേ, നമ്മൾ അമ്മയായിട്ടല്ലേ കാണേണ്ടത്, എന്തിനാ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തരണേ ദുഷ്ടനെ കണ്ടാൽ വിലങ്ങി നിൽക്കാന്ന്? നിങ്ങൾക്ക് അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനുഭവം ഗുരു കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി എടുക്കുക. നാർസിസിസം എന്ന് പറയുന്നത് ഒരു ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ തലമുറകളായിട്ട് മാറി വന്നുകൊണ്ടിരിക്കും. സോ ബിവെയർ. നമ്മളതിൻ്റെ ട്രാപ്പിൽ പെടാതിരിക്കുക. ട്രൈ ചെയ്യുക മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ.